ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ആൻഡ്രോയിഡ് മലയാളി എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഈ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പോകുന്നത് നമ്മുടെ മൊബൈൽ ഫോണിലുള്ള ഒരു ഫീച്ചറിനെ പറ്റിയിട്ടാണ്. ഓക്കെ, നമ്മുടെ മൊബൈൽ ഫോണുകളിൽ USB 3.0 സപ്പോർട്ട് ചെയ്യുന്ന, അതായത് നിങ്ങൾക്കറിയാം നമ്മുടെ ഫോണുകളിൽ സാധാരണയായിട്ട് ഇപ്പോൾ പോർട്ടുകൾ മാറി മാറി വരുന്നുണ്ട്. പണ്ട് മൈക്രോ USB ആയിരുന്നു, ഈ പറയുന്ന ഒട്ടുമിക്ക എല്ലാ ഫോണുകളിലും ടൈപ്പ് സി ആണ്. ഓക്കെ, അപ്പോൾ മൈക്രോ USB ആയിക്കോട്ടെ, ടൈപ്പ് സി ആയിക്കോട്ടെ, അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ടെക്നോളജിയാണ് നമ്മൾക്ക് ബേസ് ആയിരിക്കുന്നത്. ഇപ്പോൾ ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ നമ്മുടെ പോക്കോ X3 Pro ഞാൻ ഉപയോഗിച്ചൊരു ഫോണാണ്. അതിന് ടൈപ്പ് സി ആണ്, ചാർജർ ഡാറ്റ കേബിളൊക്കെ ടൈപ്പ് സി ആണ്. പക്ഷേ അതിൻ്റെ പിറകിൽ പ്രവർത്തിക്കുന്ന ടെക്നോളജി എന്ന് പറയുന്നത് 3.0ക്കും മുന്നിലുള്ള USB 2.0 ആണ് അതിൽ വർക്ക് ചെയ്യുന്ന ഒരു ടെക്നോളജി. അപ്പം ഇതിൽ ടൈപ്പ് സി ആണെങ്കിലും ഇതിൽ എന്ത് ചെയ്യും, MHL സപ്പോർട്ട് ചെയ്യുന്നില്ല. MHL എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മീഡിയ ഹൈപ്പർ ലിങ്ക് അല്ലെങ്കിൽ മീഡിയ ഹൈ ഡെഫിനിഷൻ ലിങ്ക് എന്നൊക്കെ പറയുന്ന ഒരു ഫംഗ്ഷൻ. അതായത് USB കേബിൾ ഉപയോഗിച്ചിട്ടോ അല്ലെങ്കിൽ മിനി HDMI കേബിൾ ഉപയോഗിച്ചിട്ടോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വേറെ സോഫ്റ്റ്വെയറിൻ്റെ ഒന്നും ഒരു എന്താ പറയുക സപ്പോർട്ട് ഇല്ലാതെ തന്നെ ടി വിയിലേക്കായാലും മോണിറ്ററിലേക്കായാലും അതുപോലെ തന്നെ വീഡിയോ ക്യാപ്ചറിങ് ഡിവൈസ് എൽഗാറ്റോ പോലുള്ള ഇത്തരത്തിലുള്ള ഡിവൈസുകളിലേക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടി പറ്റും. ഇപ്പം നിങ്ങൾക്ക് ജസ്റ്റ് ഈ മൊബൈൽ ഫോൺ എന്ത് ചെയ്യാൻ പറ്റും, ജസ്റ്റ് ഒന്ന് ടി വിയിൽ കണക്ട് ചെയ്ത് വേറെ സോഫ്റ്റ്വെയർ ഒന്നും വേണ്ട. ഇപ്പം നിങ്ങളുടെ കയ്യിൽ HDMI ടു മൈക്രോ അല്ലെങ്കിൽ ടൈപ്പ് സി ടു HDMI കേബിൾ ഉണ്ടെങ്കിൽ ഫോണിൻ്റെ പിറകിൽ ഇത് കുത്തുക, ജസ്റ്റ് ഫോണിൻ്റെ പിറകിൽ ടൈപ്പ് സിയിൽ ഇത് കണക്ട് ചെയ്യാം. പിറകു വശത്തിൽ HDMI ടി വിയിലോ മോണിറ്ററിലോ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ സ്ക്രീനിൻ്റെ അതേ ഒരു എക്സാക്റ്റ് കോപ്പി നിങ്ങൾക്ക് അവിടെ കാണാൻ വേണ്ടി പറ്റും. പിന്നെ ഒരു കാര്യമുണ്ട്, നമുക്ക് സിനിമ നമ്മുടെ സൈറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തിട്ടുള്ള MP4 ഫയലുകളും അതുപോലെ തന്നെ നമ്മൾ ഡൗൺലോഡ് ചെയ്യുന്ന സിനിമകളല്ലേ, അതൊക്കെയും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇത്തരത്തിൽ ടി വിയിലായാലും മോണിറ്ററിലായാലും നിങ്ങൾക്ക് വാച്ച് ചെയ്യാൻ വേണ്ടി പറ്റും. പക്ഷേങ്കിൽ ഇപ്പോൾ നിങ്ങൾ ഹോട്ട്സ്റ്റാറിനോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സ്ട്രീമിംഗ് ആപ്ലിക്കേഷൻ ഉണ്ടല്ലോ, OTT പ്ലാറ്റ്ഫോം പോലുള്ള സ്ട്രീമിംഗ് ആപ്ലിക്കേഷനിൽ ഇത്തരം ആപ്ലിക്കേഷനിൽ ചില കണ്ടൻറ്റുകൾ അല്ലെങ്കിൽ അവർ റെസ്ട്രിക്റ്റ് ചെയ്ത ചില കണ്ടൻറ്റുകൾ ഉണ്ടാവും, അത് നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റില്ല. ഇപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇങ്ങനെയാണെങ്കിൽ നമുക്ക് ഹോട്ട്സ്റ്റാറിൽ കണക്ട് ചെയ്തിട്ട് ടി വിയിലേക്ക് കൊടുത്തിട്ട് നമുക്ക് വലിയ സ്ക്രീനിൽ ഇപ്പം കളിയൊക്കെ നടക്കുന്ന സമയത്ത് നമുക്ക് മൊബൈലിൽ ഫ്രീ ആയിട്ട് കിട്ടുമല്ലോ. അപ്പോൾ നമ്മൾ വിചാരിക്കും ഇതേപോലെ തന്നെ ഈ ഫോണ് ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്ത് ടി വി കൊടുത്തു കഴിഞ്ഞാൽ കളി കാണാൻ പറ്റുമെന്ന് വിചാരിക്കും. പക്ഷേ അങ്ങനെയല്ല, അവർ അലോ ചെയ്തിട്ടുള്ള കണ്ടൻറ്റ്സ് മാത്രം നമ്മൾ കാണാൻ വേണ്ടി പറ്റും. അപ്പം സിനിമയായാലും അങ്ങനെ തന്നെ OTT പ്ലാറ്റ്ഫോം എന്താണോ അലോ ചെയ്തിരിക്കുന്നത് ഫ്രീ ആയി കൊടുക്കുന്നത് നമ്മൾ കാണാൻ വേണ്ടി പറ്റും. അവർ ഇപ്പം കളി മൊബൈലിൽ കാണാൻ വേണ്ടി പറ്റും, അപ്പോൾ കമ്പ്യൂട്ടറിൽ പറ്റും. അപ്പം നിങ്ങൾ എന്ത് ചെയ്യും, നിങ്ങളിത് ഫോൺ കണക്ട് ചെയ്തിട്ട് ടി വിയിൽ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ശബ്ദം മാത്രമേ കേൾക്കാൻ പറ്റും, വീഡിയോ കാണാൻ വേണ്ടി പറ്റില്ല. ഇത്തരം റെസ്ട്രിക്റ്റ് കണ്ടിട്ട് അതിപ്പോൾ നിങ്ങൾ അതുപോലെ തന്നെ ചില ആപ്ലിക്കേഷൻ ഇപ്പോൾ ഗൂഗിൾ പേയിലൊക്കെ ഉപയോഗിക്കുമ്പോഴും നമ്മൾ കോഡൊക്കെ അടിക്കുന്ന സ്ഥലം വരുമ്പോൾ ബ്ലാങ്ക് ആയിരിക്കും, അത് ഫോണിൽ മാത്രമേ കാണാൻ വേണ്ടി പറ്റും. അതൊരു പ്രൈവസി പ്രൊട്ടക്ഷൻ എന്ന രീതിയിൽ ഇത്തരത്തിൽ നമുക്ക് റെസ്ട്രിക്റ്റ് ചെയ്തിരിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഇതിൻ്റെ ഗുണങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ ഇത് ഏറ്റവും കൂടുതൽ ഉപകാരപ്പെടുന്ന ആൾക്കാർ കണ്ടൻറ് ക്രിയേഷൻ്റെ ഭാഗത്തുള്ള ആൾക്കാരാണ്. ഇപ്പോൾ ഞാൻ ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുന്നത് ഈ ബാക്ക് ക്യാമറയിൽ നോക്കിയിട്ടാണ് റെക്കോർഡ് ചെയ്യുന്നത്. അപ്പം എൻ്റെ ഫോൺ എന്ന് പറയുന്നത് OnePlus 70 ആണ്. ഇതിൽ MHL സപ്പോർട്ടാണ്. അപ്പോൾ എനിക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, ഇതിൻ്റെ പിറകിൽ USB കണക്ട് ചെയ്തിട്ട് ഒരു ചെറിയ മോണിറ്റർ വാങ്ങി വെച്ച് കഴിഞ്ഞാൽ എൻ്റെ സ്ക്രീനിൽ ഞാൻ ക്യാമറയിൽ കാണുന്ന അതേ വിഷ്വലി എനിക്ക് ഇതിൽ നോക്കാൻ വേണ്ടി പറ്റും. അപ്പം എൻ്റെ പിറക് ക്യാമറ ഉപയോഗിച്ചിട്ട് വീഡിയോ റെക്കോർഡ് ചെയ്യുമ്പോൾ അതിൻ്റെ ആ വിഷ്വൽസ് ഒട്ടും ലാഗില്ലാതെ തന്നെ മറ്റൊരു മോണിറ്ററിൽ എനിക്ക് ഇവിടുന്ന് കാണാൻ വേണ്ടി പറ്റും. അപ്പം കണ്ടൻറ് ക്രിയേഷൻ ഒറ്റയ്ക്കാണ് ഇതെല്ലാം ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് എന്താ പറയുക, സാധാരണ ഫോണിൻ്റെ ഇപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഫ്രണ്ട് ക്യാമിനെക്കാട്ടി എത്രയോ ബെറ്ററാണ് ബാക്ക് ക്യാം. അതുകൊണ്ട് നമ്മൾ അധികാരം ബാക്ക് ക്യാം ഉപയോഗിച്ചിട്ട് വീഡിയോ റെക്കോർഡ് ചെയ്യാം. അപ്പം ബാക്ക് ക്യാമിൽ വീഡിയോ റെക്കോർഡ് ചെയ്യുമ്പോൾ നമുക്ക് ആ സ്ക്രീൻ കൂടി കാണാൻ പറ്റുന്ന കുറച്ചുകൂടി നമുക്ക് കോൺഫിഡൻസ് ആണ്, ഇത് ഫോക്കസ് ആയിട്ടുണ്ടോ അതൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇത്തരത്തിൽ MHL സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമുക്കൊരു മോണിറ്ററിലേക്കോ അല്ലെങ്കിൽ ടി വിയിലേക്കോ കൊടുത്തിട്ട് വലിയ സ്ക്രീനിൽ നമ്മൾ എന്താണ് റെക്കോർഡ് ചെയ്യുന്നത് കാണാൻ വേണ്ടിയിട്ട് പറ്റും. അതിനപ്പുറത്ത് ഏറ്റവും നല്ല ഉപകാരം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗെയിമേഴ്സിനാണ്. അതായത് നിങ്ങൾ സ്ട്രീമൊക്കെ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ഈ MHL സപ്പോർട്ട് ഉണ്ടെങ്കിൽ എലഗാട്ടോ എന്ന് പറയുന്ന കാർഡ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വീഡിയോ കാർഡ് ഉപയോഗിച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, നിങ്ങളെ സ്ക്രീൻ അതേപോലെ തന്നെ ടി വിയിൽ എടുക്കാൻ വേണ്ടി പറ്റും. അപ്പം കുറച്ചുകൂടി ബെറ്റർ ക്വാളിറ്റി ആയിരിക്കും ഈ പറയുന്ന രീതിയിൽ എടുക്കുമ്പോൾ. സാധാരണ ആപ്ലിക്കേഷൻ വെച്ച് നമ്മൾ എടുക്കാറുണ്ട്. അപ്പം ആപ്ലിക്കേഷൻ വെച്ചെടുക്കുന്ന സമയത്ത് അതിൻ്റേതായ കുറച്ച് പരിമിതികൾ നമ്മൾക്ക് ഉണ്ടാകും, അതായത് ക്വാളിറ്റിയൊക്കെ കുറച്ചൊന്ന് കുറഞ്ഞു കിട്ടും. പക്ഷേ ഏറ്റവും പുതിയ ടെക്നോളജി ആയിട്ടുള്ള Wi-Fi 5ലും Wi-Fi 6ഉം 7ഒക്കെ ഉപയോഗിച്ചിട്ടുള്ള സ്ട്രീമിംഗ് ആപ്ലിക്കേഷൻസ് ഉണ്ട്. അതിൽ കുറച്ചുകൂടി നല്ല ക്വാളിറ്റീസ് വരുന്നുണ്ട്. എന്നിരുന്നാലും ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് ഈ പറയുന്ന MHL ലിങ്ക് ഉപയോഗിച്ച് തന്നെ ചെയ്യുന്നതാണ്. അത് ഇതിങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ വേറെ നമ്മുടെ ഫോണിനൊരു ലാഗും വരില്ല. നേരെ മറിച്ച് മറ്റൊരു ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് ചെയ്യുമ്പോൾ ആ ആപ്ലിക്കേഷൻ വർക്ക് ചെയ്യാനുള്ള സ്പേസും കൂടി അല്ലെങ്കിൽ അതിൻ്റെ മെമ്മറിയും CPU യൂസേജും RAM യൂസേജും ഒക്കെ ആ ആപ്ലിക്കേഷൻ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള CPU യൂസേജും RAM യൂസേജും ഫോണിൽ നിന്ന് എടുക്കും. അപ്പോൾ എന്താവും, നമ്മളെ ഈ ഗെയിമിനെ അത് അഫക്റ്റ് ചെയ്യും. നേരെ മറിച്ച് MHL ഫീച്ചറിലൂടെയാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ ഫോണിന് ഒന്നും വരില്ല, അത് സെക്കൻഡറി ഡിസ്പ്ലേ എന്ന രീതിയിൽ നമ്മുടെ ഡാറ്റ അല്ലെങ്കിൽ സ്ക്രീൻ ഇങ്ങനെ ട്രാൻസ്ഫർ വന്നേ ഉള്ളൂ. അപ്പോൾ ഇതെങ്ങനെ മനസ്സിലാക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഫോൺ വാങ്ങുമ്പോൾ ഗെയിമർ ആണെങ്കിലും കണ്ടൻറ് ക്രിയേറ്റർ ആണെങ്കിലും നിങ്ങളിത് മനസ്സിലാക്കി വെക്കുക.
ഇപ്പോഴത്തെ ഓൾമോസ്റ്റ് ഫ്ലാഗ്ഷിപ്പ് ഫോണുകളെല്ലാം സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഞാനിവിടെ ലിസ്റ്റ് കൊടുക്കാം ഏതൊക്കെ ഫോണുകളിലാണ് ഇത് സപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. കുറച്ച് മുമ്പുള്ള ഫോണുകളിൽ ഏതൊക്കെയാണ് സപ്പോർട്ട് ചെയ്തിട്ടുള്ളത്, ഇനി വരുന്ന ഫോണുകളിൽ ഏതൊക്കെയാണെന്നുള്ളത് ഒരു ലിസ്റ്റ് കൊടുക്കുക. അത് കൂടാതെ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഫോണിൽ ഇനി MHL സപ്പോർട്ട് ഉണ്ടോ എന്നറിയേണ്ടത് എങ്ങനെയാണെന്ന് നോക്കാനുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് കാണിച്ചു തരുന്നതാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഫ്രണ്ട്സ്, നമുക്ക് MHL സപ്പോർട്ടുള്ള ഫോണുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ആദ്യം പറഞ്ഞിരുന്നത് നിങ്ങളുടെ ഫോണിൽ ഗൂഗിൾ ക്രോം ഓപ്പൺ ചെയ്തിട്ട് അതിൽ ഞാനിപ്പം X3 Pro എന്ന് അടിക്കുകയാണ്. ഓക്കെ, ഞാൻ ഉപയോഗിച്ച ഫോണാണ് X3 Pro. അടിക്കുക, GSM Arena എന്നുള്ളൊരു സൈറ്റ് വരും, അത് ഓപ്പൺ ചെയ്യുക. അതിൽ താഴേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാം, കുറച്ചുകൂടി സൂം ചെയ്ത് കഴിഞ്ഞാൽ കമ്മ്യൂണിക്കേഷൻസ് ഇവിടെ കാണിക്കും. ഇവിടെ കാണിക്കുന്നുണ്ട് USB Type C ആണ്. ഓക്കെ, USB Type C ആണ്. പക്ഷേങ്കിൽ ഇതിൽ കൊടുത്തിരിക്കുന്ന ജനറേഷൻ എന്ന് പറയുന്നത് 2.0 ആണ്. അതായത് ഇതിൽ MHL സപ്പോർട്ടില്ല. ഇവിടെ 3.0യോ 3.1 ഒക്കെ ആണെങ്കിൽ സപ്പോർട്ട് ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ നമ്മൾക്ക് എന്ത് ചെയ്യാം, നമുക്ക് അടുത്തൊരു ഫോൺ കമ്പയർ ചെയ്ത് നോക്കാം. ഇതിൻ്റെ ഒപ്പം തന്നെ ഞാൻ ഇവിടെ വേറൊരു ഫോൺ കമ്പയർ ചെയ്യാണ്. അപ്പം കമ്പയർ ചെയ്യാൻ പോകുന്ന ഫോൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ OnePlus, ഞാൻ ഇപ്പോൾ ഉപയോഗിക്കുന്ന OnePlusന്റെ 7T ഇതാണ്. OnePlus 7T ആണ് ഞാൻ ഇവിടെ കമ്പയർ ചെയ്യാൻ പോകുന്നത്. നമുക്ക് നേരത്തെ പറഞ്ഞ സ്പെക്ക് തന്നെ, കമ്മ്യൂണിക്കേഷൻസിൽ USB എടുക്കുക, കണ്ടില്ലേ ഇവിടെ. ഇപ്പോൾ ഇവിടെയും USB Type C തന്നെയാണ്, പക്ഷേ അതിൻ്റെ ജനറേഷൻ എന്ന് പറയുന്നത് 3.1 ആണ്. അപ്പോൾ OnePlus 7T ഇത് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതായത് ഇവിടെ USB ജനറേഷൻ 3.1 ആൻഡ് എബോവ് ആണെങ്കിൽ ആ ഫോണുകളൊക്കെ എന്ത് ചെയ്യും, ഇത്തരത്തിൽ സപ്പോർട്ട് ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ഫോണിനെ കുറിച്ച് അറിയണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ടൈപ്പ് ചെയ്ത് ഈ പറഞ്ഞ GSM Arena എന്ന് പറഞ്ഞ സൈറ്റിൽ കയറി നോക്കിയാൽ നിങ്ങൾക്കത് മനസ്സിലാവും. ഏത് ഫോണുമാണെന്ന് നിങ്ങൾക്ക് അടിക്കാം. Type C 3.0 അല്ലെങ്കിൽ 3.1 3.2 ഒക്കെ ആണെങ്കിൽ 3.ന്റെ മുകളിലേക്കാണെങ്കിൽ ഈ പറയുന്ന MHL സപ്പോർട്ട് ചെയ്യും. അതുപോലെ തന്നെ ഇതൊരു ഫ്ലാഗ്ഷിപ്പ് ലെവലിന് വരുന്ന ഒരു ഫീച്ചറാണ്. അതായത് കുറച്ച് പൈസ കൂടിയ ഫോണുകളിൽ മാത്രമേ ഇത് ലഭിക്കൂ. മിഡ് റേഞ്ച് ഫോൺ 30,000-നുള്ളിൽ വരുന്ന നോർമലായിട്ടുള്ള ഫോണുകളിലൊന്നും സാധാരണ കാണാറില്ല. പിന്നെ നമ്മൾക്ക് ഇപ്പോൾ ഒരു വെബ്സൈറ്റ് ഉണ്ട്, നിങ്ങൾക്കിത് കാണാം. MHLtech.org എന്ന് പറഞ്ഞിട്ടൊരു വെബ്സൈറ്റ് ആണ്. അപ്പോൾ ഈ വെബ്സൈറ്റിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കുറേ ബ്രാൻഡ് കൊടുത്തിട്ടുണ്ട്. അതൊക്കെ നിങ്ങൾക്ക് ഇവിടുന്ന് നോക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ആപ്പിളിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ആപ്പിളിലാണെങ്കിൽ ആപ്പിൾ 5 മുതൽ മുകളിലോട്ടുള്ള എല്ലാ ഫോണുകളിലും എന്തുണ്ട്, ഇത് സപ്പോർട്ട്. 5 മുതൽ ഇങ്ങോട്ട് 15 വരെയുള്ള എല്ലാ ഫോണുകളിലും ഈ പറയുന്ന MHL സപ്പോർട്ട് ഉണ്ട്. പക്ഷെ അതിന് നിങ്ങൾക്ക് ഒരു പ്രത്യേക കേബിൾ, ഒരു OTG കേബിൾ ഉണ്ട്. അവരെ OTG കേബിൾ നമ്മൾ പറയുന്നു, ആ ടൈപ്പ് ആപ്പിളിൻ്റെ ഒരു കണക്ഷൻ കൊടുക്കുന്ന അഡാപ്റ്റർ ഉണ്ട്. അത് വാങ്ങാം, ഏകദേശം 3,000-4,000 രൂപ അതിനുണ്ട്. അപ്പോൾ ആ ഒരു കേബിളും കൂടി ഉണ്ടെങ്കിൽ മാത്രമേ ആപ്പിൾ നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലുള്ള കണക്ഷൻസ് എടുക്കാൻ വേണ്ടി പറ്റും. പഴയ ഫോണുകളിൽ, പുതിയ ഫോണിൽ ഇനിയിപ്പം Type C വന്നതുകൊണ്ട് ഐഫോൺ പുതിയ സീരീസുകളിൽ അല്ലെങ്കിൽ iPhone 11 മുതൽ ഇങ്ങോട്ടുള്ള സീരീസുകൾ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. പഴയ ഫോണിലൊക്കെ ഈ പറയുന്ന അഡാപ്റ്റർ വേണം, എന്നാൽ മാത്രമേ കണക്ട് പുതിയ ഫോണിലും സെയിം തന്നെ ആയിരിക്കും വരുന്നത്. പക്ഷേങ്കിൽ 15-ൽ ഇപ്പം Type C വന്നതുകൊണ്ട് എങ്ങനെയാണ് കാര്യങ്ങളെന്ന് എനിക്കറിയില്ല. ചിലപ്പോൾ ഈ അഡാപ്റ്റർ ഒന്നും ഇല്ലാതെ തന്നെ ചിലപ്പോൾ ഡയറക്റ്റ് ആയിട്ട് കണക്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് ഇവിടെ നോക്കുകയാണെങ്കിൽ ഇവിടെ നമുക്ക് സാംസങ്ങിൻ്റെ ലിസ്റ്റ് എടുക്കാം. ഏറ്റവും കൂടുതൽ പോപ്പുലാരിറ്റി മറ്റൊരു കമ്പനിയാണ് സാംസങ് എന്ന് പറയുന്നത്. അപ്പോൾ സാംസങ്ങിൻ്റെ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാം, ഇതാണ് അതിൻ്റെ ലിസ്റ്റുകൾ. നിങ്ങൾക്ക് ഇതേപോലെ ഈ സൈറ്റിൽ കയറി കഴിഞ്ഞാൽ എടുത്ത് നോക്കാവുന്നതാണ്. അപ്പോൾ ഇതിൽ ലൈറ്റ് വേർഷൻസ് ഉണ്ടല്ലോ, S8 മുതൽ മുകളിലോട്ടുള്ള ഫോണുകളൊക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ സാംസങ്ങിൻ്റെ മിഡ് റേഞ്ച് സീരീസ് ആയിട്ടുള്ള A സീരീസ്, F സീരീസ്, M സീരീസിൽ, ഇങ്ങനത്തെ സീരീസിലൊന്നും നിങ്ങൾക്ക് ഈ പറയുന്ന MHL സപ്പോർട്ട് ഉണ്ടാവില്ല. അതുപോലെ തന്നെ S8 നോട്ട് സീരീസുകളിൽ ലൈറ്റ് വേർഷൻസിൽ ഉണ്ടാവില്ല. ഓക്കെ, അല്ലാതെ പറയുകയാണെങ്കിൽ ഞാൻ പറഞ്ഞുതരാം, സാംസങ്ങിൻ്റെ നോട്ട് 10 ലൈറ്റ്, S10 ലൈറ്റ് തുടങ്ങിയ സീരീസുകളിലൊന്നും ഇത് സപ്പോർട്ട് ചെയ്യുന്നില്ല. അതുപോലെ തന്നെ നോർമലായിട്ടുള്ള മറ്റ് ചൈനീസ് കമ്പനികളായിട്ടുള്ള പിന്നെ വരുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു കമ്പനിയാണ് OnePlus. ഇതിൽ കൊടുത്തിട്ടുണ്ടോ നമുക്ക് നോക്കാം. ഇതിൽ OnePlus കൊടുത്തിട്ടില്ല. സോ OnePlusന്റെ കാര്യം ഞാൻ പറഞ്ഞുതരാം. OnePlusലാണെങ്കിൽ OnePlusന്റെ 1 മുതൽ OnePlus 1, 2, 3, 3T, OnePlus 5, 5T, 6, 6T, പിന്നെ OnePlus X ഉണ്ട്, പിന്നെ നോഡ് സീരീസ്. ഇതിലൊന്നും സപ്പോർട്ട് ചെയ്യില്ല. OnePlus 7 മുതൽ മുകളിലോട്ടുള്ള എല്ലാ സീരീസിലും സപ്പോർട്ട് ചെയ്യും, നോഡ് സീരീസും സപ്പോർട്ട് ചെയ്യില്ല കേട്ടോ. അപ്പം ഇതിൽ MHL സപ്പോർട്ട് നിങ്ങൾക്ക് ലഭിക്കില്ല, ബാക്കി എല്ലാത്തിനും നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യുന്നതാണ്. ഇനി അല്ലാതെ മറ്റുള്ള ചൈനീസ് ബ്രാൻഡുകളെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇപ്പം ഓപ്പോ, വിവോ തുടങ്ങിയതിൽ അതിൽ വിവോൻ്റെ മാത്രം നിങ്ങൾക്ക് നോക്കാം. വിവോൻ്റെത് ഏതോ ഒന്ന്, വിവോൻ്റെ Find X ആണെന്ന് തോന്നുന്നു, അത് ഓപ്പോയിലാന്ന് തോന്നുന്നു Find X. അതിൽ ഇത് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. നമ്മളിവിടെ കൊടുക്കുമ്പോൾ Find 3 എന്ന് പറഞ്ഞ ഈ ഒറ്റ ഡിവൈസിലാണ് അത് കൊടുത്തിട്ടുള്ളത്. വിവോൻ്റെ നോക്കുകയാണെങ്കിൽ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടോ നമുക്ക് നോക്കാം. വിവോൻ്റെ ഇതിൽ കാണിക്കുന്നില്ല. ചിലപ്പം വിവോ, അസൂസിൻ്റെ റോഗ് ഫോണിൽ 1, 2, 3 സപ്പോർട്ടഡ് ആണ് കേട്ടോ. അസൂസിൻ്റെ റോഗ് ഫോൺ സീരീസിൽ 1, 2, 3 ഈ പറയുന്ന
ഇത് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ മുകളിലോട്ടുള്ള എല്ലാ വെർഷനും അത് സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. അത് കൂടാതെ പറയുന്ന ഐക്യു പോലുള്ള ചെറിയ ചെറിയ കമ്പനികളൊന്നും നോർമൽ ആയിട്ടുള്ള ബഡ്ജറ്റ് ഫോണിൽ AMHL സപ്പോർട്ട് ചെയ്യുന്നില്ല. കുറച്ചുകൂടി ഫ്ലാഗ്ഷിപ്പ് സീരീസ് അങ്ങനത്തെ വരും. റെഡ്മി, റിയൽമി, ഐക്യു, അതുപോലെ തന്നെ ഇതിന്റെ നോർമൽ ആയിട്ട് സീരീസുകളൊന്നും ഇത് വരുന്നില്ല. ഇത് പിന്നെ ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ, ഏതെങ്കിലും ഒരു ഡിവൈസിന്റെ അറിയണമെങ്കിൽ ഈ GSM അറിയണമെങ്കിൽ കയറുക, ഇവിടെ നിങ്ങൾ എടുത്ത് നോക്കുക. പിന്നെ ഐപാഡിന്റെ കാര്യം പറയുകയാണെങ്കിൽ ഐപാഡിന്റെ ഫസ്റ്റ് ജനറേഷനിൽ വരുന്നില്ല, അത് കഴിഞ്ഞിട്ട് ഇങ്ങോട്ടുള്ള എല്ലാ ജനറേഷനിലും ഇത് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ പറയേണ്ട ഒരു ഡിവൈസ് ആണ് ഗൂഗിളിന്റെ പിക്സൽ ഫോൺ. പിക്സലിന്റെ സെക്കൻഡ് ജനറേഷൻ മുതൽ പിക്സൽ 2, പിക്സൽ 2 XL, പിക്സൽ 3, 3XL തുടങ്ങി ഇങ്ങോട്ടുള്ള എല്ലാ ഫോണുകളിലും ഇത് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ MHL സപ്പോർട്ട് ചെയ്യുന്ന മറ്റൊരു സീരീസ് ആണ് സോണിയുടെ സീരീസും. പക്ഷേങ്കിൽ സോണിയുടെയും HTCയുടെ ഒക്കെ ഹൈ എൻഡ് ഫോണിൽ സപ്പോർട്ട് ചെയ്യുമെങ്കിലും നമ്മളെ നാട്ടിൽ എന്ത് പറയാം, നമ്മുടെ നാട്ടിൽ നോർമലായിട്ട് ഏറ്റവും കൂടുതൽ പച്ചപിടിച്ചുള്ള മൊബൈലുകളാണ് ആപ്പിള്, അതുപോലെ തന്നെ സാംസങ്, OnePlus ഒക്കെ. അപ്പോൾ ഇതിൻ്റെയൊക്കെ അറിയുന്നതായിരിക്കും നിങ്ങൾക്ക് കുറച്ച് ബെറ്റർ. അതല്ലാതെ ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ ഞാൻ പറഞ്ഞതുപോലെ ഈ പറയുന്ന GSM മാനുവലിൽ കയറി നോക്കുക. അതിൽ കമ്മ്യൂണിക്കേഷൻ പോർട്ടിൽ ഞാൻ ഈ പറഞ്ഞ പോലെ കമ്മ്യൂണിക്കേഷൻ എടുക്കുക. അതിൽ പോർട്ട് ടൈപ്പ് സി എന്നായാൽ മാത്രം പോരാ, ടൈപ്പ് സിയുടെ കൂടെ അതിൻ്റെ ജനറേഷൻ 3.0ന്റെ മുകളിലായിരിക്കണം. 3.1, 3.2 ഏതായാലും കുഴപ്പമില്ല. ഓക്കെ, നമ്മൾക്കിവിടെ അവസാനമായിട്ട് ഒന്നുകൂടി ഒരു ഫോൺ കൂടി ഇവിടെ ആഡ് ചെയ്യാം. S23 അൾട്രയും കൂടി നമുക്ക് ആഡ് ചെയ്യാം. അതിൻ്റെ കമ്മ്യൂണിക്കേഷൻ പോർട്ട് ഏതാണെന്ന് വരുന്ന നോക്കാം. ഓക്കെ, അതിൻ്റെ കമ്മ്യൂണിക്കേഷൻ പോർട്ട് എന്ന് പറയുന്നത് ഇതാണ്, USB Type C 3.2 ആണ്. കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള ഫങ്ഷൻസ് അതിലുണ്ടാവും. ഓക്കെ, അപ്പോൾ ഇത്തരത്തിലാണ് നമ്മൾക്ക് ഇത് ഫോണുകൾ എങ്ങനെയാണ് MHL സപ്പോർട്ട് ഉണ്ടോ ഇല്ലയോ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ ഇവിടെ പറയാൻ വിട്ടുപോയ മറ്റൊരു കാര്യമുണ്ട്. ആപ്പിളിൻ്റെ ഫോണുകളിൽ ഇപ്പോൾ നമ്മൾക്കിവിടെ ആപ്പിൾ എടുക്കാം. ആപ്പിളിൻ്റെ ഇപ്പം 14 Pro അല്ലെങ്കിൽ അതിന് മുമ്പത്തെ ഒരു ഫോൺ എടുക്കാം. ഏതാണ്, iPhone 13 എടുക്കാം. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ കമ്മ്യൂണിക്കേഷൻ എടുത്തു പോയി കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് കാണാൻ ലൈറ്റനിങ് ആണ്, USB 2.0 ആണ്. പക്ഷേ ഇതിൽ ഈ പറയുന്ന MHL സപ്പോർട്ട് ഉണ്ട്. അപ്പോൾ ആപ്പിളിൻ്റെ കാര്യത്തിൽ നിങ്ങൾ ഇവിടെ USB വേർഷൻ നോക്കേണ്ട കാര്യമില്ല, നോർമലായിട്ട് തന്നെ ഇത് സപ്പോർട്ട് ചെയ്യാറുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ ഇത് ഇത് സത്യം പറഞ്ഞാൽ ഇതൊരു ഹാർഡ്വെയറിൻ്റെ ഒരു കോമ്പിനേഷൻ, ഹാർഡ്വെയർ ആൻഡ് സോഫ്റ്റ്വെയറിൻ്റെ ഒരു കോമ്പിനേഷനാണ്. അപ്പോൾ ആപ്പിൾ 2.0 USB 2.0 ഉള്ള ഡിവൈസുകളിലും ഈ പറയുന്ന MHL സപ്പോർട്ട് അവർ കൊടുക്കുന്നുണ്ട്. സോ ആപ്പിളിൻ്റെ കാര്യത്തിൽ നോക്കരുത്. ആൻഡ്രോയിഡ് ഫോണിലാണ് ഞാൻ പറഞ്ഞതുപോലെ ടൈപ്പ് സി ആൻഡ് USB 3.0 ആണെന്ന് നോക്കുക. അതുപോലെ തന്നെ മറ്റൊരു കാര്യം പറയാനുള്ളത്, ടൈപ്പ് സി നമ്മുടെ S2 ഉണ്ടല്ലോ, സാംസങ് S2 എന്ന് പറയുന്നൊരു ഫോൺ. അപ്പോൾ ആ S2 എടുത്ത് നോക്കാം നമുക്ക്. അതിൽ ഈ പറയുന്ന പോലെ തന്നെ കമ്മ്യൂണിക്കേഷൻ പോർട്ട് മൈക്രോ USB 2.0 ആണ്. പക്ഷേങ്കിൽ ഈ പറയുന്ന S2ൽ ഈ എന്താ പറയുക, ഇതേപോലെ സപ്പോർട്ട് കൊടുക്കുന്നുണ്ട്. അപ്പം ഇതിന് പ്രത്യേകിച്ച് ഒരു ഹാർഡ്വെയർ ഉള്ളിൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇത് സപ്പോർട്ട് ഉണ്ടാവും. പക്ഷെ എന്നിരുന്നാലും ഏറ്റവും നല്ല മാർഗ്ഗം എന്ന് പറയുന്നത് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പുതിയ ഫോണുകളിൽ ടൈപ്പ് സി അല്ലെങ്കിൽ ടൈപ്പ് സി വിത്ത് USB 3.0 ഉണ്ടോ നോക്കിയാൽ വേണ്ടി മതി. അപ്പം ഞാൻ പറഞ്ഞത് പിന്നെ ലാസ്റ്റ് നമ്മളിപ്പോൾ ഒരു വീഡിയോ ഇട്ട് ഇങ്ങനെ കുറ്റം പറയാൻ മാത്രം കുറച്ച് ആൾക്കാർ കയറിയിട്ട്, അതുകൊണ്ടാണ് ഇതിങ്ങനെ പറഞ്ഞത്. ഈ 3.0 അല്ലെങ്കിലും പ്രത്യേക ഹാർഡ്വെയർ സപ്പോർട്ട് കൊടുത്തിട്ട് MHL പഴയ കാലങ്ങളിലും ആൾക്കാർ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതൊന്ന് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഫ്രണ്ട്സ്, MHL ഫോണിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ എന്നുള്ള കാര്യം എങ്ങനെയാണ് നോക്കേണ്ടത്, അതിൻ്റെ ഉപകാരങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും സംശയങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഞാനിതിൻ്റെ മറുപടി തരുന്നതായിരിക്കും. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കണ്ടുമുട്ടും വരെ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും നന്ദി, നമസ്കാരം.